100 ഡേയ്സ് ഓഫ് ഡിജിറ്റൽ ഗ്രോത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ബിസിനസ് ബ്രാൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡോ ആവട്ടെ, നിങ്ങളുടെ ബ്രാൻഡിനെ നമുക്ക് എങ്ങനെ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. അവയർനെസ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ ബ്രാൻഡിനെ അറിയുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ പൊസിഷനിങ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് പെയ്ഡ് മാർക്കറ്റിംഗ്, മറ്റൊന്ന് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആണ്. പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് എത്ര ആളുകളുണ്ട്, എത്ര പേരുണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്കറ്റിൽ ബ്രാൻഡ് അവയർനെസ് വരുത്താൻ. ഫോർ എക്സാമ്പിൾ പറയാം, അപ്പം ഓൾ കേരള ഇപ്പോൾ എൻ്റെ ബിസിനസ്സിന് ടാർഗറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിന് ആവശ്യക്കാരായ ഓഡിയൻസ് ഉള്ളത് ഒരു 10 ലക്ഷം ഓഡിയൻസാണ് ഓൾ കേരള ഉള്ളത് എങ്കിൽ അവരെ റിപ്പീറ്റ് ചെയ്ത് മിനിമം ഒരു ആളെ 10 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ഈ കേരളത്തിൽ റീച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് 10 ലക്ഷം ഓഡിയൻസ് ഓരോരുത്തരും 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു സീക്വൻസ് ക്യാപ്പ് വിട്ടിട്ട് അവർക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾ 10 പ്രാവശ്യം എൻ്റെ ആഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിൽ ആ ബ്രാൻഡ് എന്നും നിലനിൽക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് അമേരിക്കൻ കമ്പനീസായ അല്ലെങ്കിൽ വിദേശ കമ്പനികളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ പല ബ്രാൻഡുകളും നമ്മൾ ഇത്ര വിശ്വസിച്ച് അതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കാരണം നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ഇ-കൊമേഴ്സ് കമ്പനികളുണ്ട്. അതിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ട്രസ്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ കമ്പനികളാണ്. അത് വിദേശ കമ്പനികളാണ്. അതിന് നമ്മൾ ഇത്രമാത്രം ട്രസ്റ്റ് വരാനും അവർ നിരന്തരം ചെയ്തു അവരെ ബ്രാൻഡ് നമ്മളെ കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ക്രമേണ സ്ഥിരമായിട്ട് കണ്ടപ്പോൾ നമുക്ക് അതിനോട് ട്രസ്റ്റ് വന്നു, വിശ്വസ്തത വന്നു. അപ്പോൾ ഈ ഒരു മാർഗ്ഗം നിങ്ങളെ പെയ്ഡ് മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാർഗ്ഗമാണ്. ഇതുപോലെയുള്ള വീഡിയോസിന് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.